നമസ്കാരം, എൻ്റെ പേര് ആര്യ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ കൊറ്റാമത്താണ്. കഴിഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിൽ എനിക്ക് ഇടുക്കി ജില്ലയിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു. ഇങ്ങനെ സെക്കൻഡ് റാങ്ക് വാങ്ങാൻ എന്നെ സഹായിച്ചത് നെയ്യാറ്റിൻകര ജനതയിലെ ക്ലാസ് ആയിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് ഇവിടുത്തെ അധ്യാപകരുടെ മോട്ടിവേഷൻ ക്ലാസ് വളരെയധികം കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ ഇവിടെ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും നമുക്ക് അതിൽ ഓൺ വേർഡും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെയധികം നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ഒരു നെഗറ്റീവും വരാതെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും അത് ചാപ്റ്റർ വൈസ് ആയാലും ടോപ്പിക് വൈസ് ആയാലും മൊഡ്യൂൾ ബേസ് ആയാലും നമുക്ക് ഒത്തിരി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് അതിൻ്റേതായ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെയധികം ഒത്തിരി എക്സാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് ആ ഒരു ലാഘവത്തോടു കൂടിയായിരുന്നു പോയത്. അതുപോലെ തന്നെ OMR ഷീറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി എക്സാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നെഗറ്റീവ് മാർക്ക് വരുത്താണ്ടും വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 2019 ഡിസംബർ 31 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2020 കോവിഡായിരുന്നു. കോവിഡ് ടൈമിൽ എല്ലായിടത്തും ക്ലാസ്സുകളൊക്കെ നിർത്തിയപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് സാറ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്കത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു മികവോടുകൂടി തന്നെയായിരുന്നു സാർ ഞങ്ങൾക്കത് തന്നത്. അപ്പോഴും ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഒത്തിരി എക്സാം നടത്തുന്നുണ്ടായിരുന്നു. ഓരോ എക്സാമിനും ഞാൻ ആദ്യം വിചാരിച്ചത് മാർക്ക് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിയുന്ന മാർക്ക് അതുപോലെ സാറ് അറിയുന്നുണ്ടെന്നും സാറത് നോട്ട് ചെയ്യുന്നുണ്ടെന്നും പിന്നീടാണ് മനസ്സിലായത്. മാർക്ക് കുറയുന്നവരെ സാറ് വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ച് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനിയും കുറച്ചുകൂടി പഠിക്കാനുണ്ട്, ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് ലേസ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും വർഷങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. നമുക്കിടുന്ന അവസരങ്ങൾ വിനിയോഗിക്കണമെന്നും ഇനി ചിലപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രായവും അതിനനുസരിച്ച് കടന്നു പോകുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ പുറകെ നടക്കാണ്ട് നമുക്ക് കിട്ടുന്ന അവസരവും സമയവും മാക്സിമം ഉപയോഗപ്പെടുത്തി ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാറ് പറയുന്നുണ്ടായിരുന്നു. സാറിൻ്റെ മോട്ടിവേഷനും സാറിന് ഇവിടുത്തെ എക്സാമും എല്ലാം വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെയ്യാറ്റിൻകര ജനതയിലെ ക്ലാസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകർ പറയുന്നത് പോലെ ക്ലാസ് പഠിക്കുകയും എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഉന്നത റാങ്കുകൾ നേടാൻ പറ്റും. എല്ലാവരുടെ സ്വപ്നമായ ഒരു സർക്കാർ ജോലി നിങ്ങൾക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. എല്ലാവർക്കും അതിന് സാധിക്കും.